ഫ്രണ്ട്സ്, PSC സ്റ്റഡിയിലേക്ക് സ്വാഗതം. ഇന്ന് നമുക്ക് ഒരു വ്യത്യസ്തമായ 2-3 മാത്സ് നോക്കാം. 12, 15, 18 മിനിറ്റ് ഇടവേളയിൽ ശബ്ദിക്കുന്ന വ്യത്യസ്തമായ 3 അലാറം ക്ലോക്കുകൾ 8:35 AM ഒരുമിച്ച് ശബ്ദിച്ചാൽ തൊട്ടടുത്ത് അവ ഒരുമിച്ച് ശബ്ദിക്കുന്ന സമയം ഏത്? ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ കാണുമ്പോൾ നമ്മൾ ആദ്യം LCM എടുക്കുക. നിങ്ങൾക്ക് LCM എടുക്കാൻ അറിയുമെന്ന് എനിക്കറിയില്ല. അറിഞ്ഞിട്ടില്ലെങ്കിൽ ശ്രദ്ധിക്കൂ. 12, 15, 18 അല്ലേ? ഇവ നമ്മൾ 3 പോകുന്നത് എടുക്കുക. അഥവാ 3 കൊണ്ട് ഇത് പോകില്ലേ? ഒരു 4, 3, 12, 5, 3, 15, 6, 3, 18 അല്ലേ? പിന്നെ 2 കൊണ്ടും പോകും, 5 പോകില്ല, അല്ലാതെ ബാക്കി പോകും. LCM അല്ലേ, ഉസാഗി അല്ലല്ലോ, HCF അല്ലല്ലോ. LCM ആണെങ്കിൽ നമുക്ക് 2 പോകുന്നത് എടുക്കാം. എന്നാൽ 2 നമ്മൾ ഇതെല്ലാം കൂടി ചെയ്താൽ ഇത് മൊത്തം ഇൻറ്റു ചെയ്യുക. 15, 30, 30 × 2 60, 60 × 3 180 കേട്ടോ. 60 × 3 എത്രയാണ്? 180. അപ്പോൾ 180 നമുക്ക് ഇപ്പം 180 എന്ന് കിട്ടിയല്ലോ. ഒരു മിനിറ്റ് അല്ലേ? 60 ആണ് ഒരു മിനിറ്റ് അല്ലേ? അപ്പോൾ നമുക്ക് 2 മിനിറ്റ് 120, 3 മിനിറ്റ് 180 അല്ലേ? അപ്പോൾ 3 മിനിറ്റ് കഴിഞ്ഞിട്ടാണ് നമുക്ക് അടുത്ത അലാറം അടിക്കുന്നത്. അപ്പോൾ ഇപ്പോൾ 8:35 ആണല്ലോ AM. അപ്പോൾ അടുത്തൊരു 3 മിനിറ്റ് കഴിയുമ്പോൾ 8:38 AM അടുത്ത അലാറം അടിക്കുന്നത്. 8:38 AM. തന്നിട്ടുള്ള ശ്രേണിയിലെ അടുത്ത സംഖ്യ ഏത്? ഇങ്ങനെ തന്നാൽ നമുക്ക് 8, 14, 24, 38 ഡിഫറൻറ്റ് നോക്കുക. ഇത് തമ്മിലുള്ള വ്യത്യാസം എത്രയാണ്? 6 അല്ലേ? ഇത് തമ്മിലുള്ള വ്യത്യാസം 10. ഇത് തമ്മിലുള്ള വ്യത്യാസം എത്രയാ? 14. പൊതുവായ ഡിഫറൻറ്റ് എത്രയാണ്? 4, 4, അടുത്തൊരു 4. അപ്പം 14, 4 എത്രയാ? 18 അല്ലേ? അപ്പം 18. 38ഉം 18 എത്ര നോക്കുക. 5, 56. അടുത്ത സംഖ്യ ഏതാണ്? 56. അടുത്ത സംഖ്യ 56. അടുത്തത്, രാഹുൽ 2500 രൂപയ്ക്ക് ഒരു പഴയ TV വാങ്ങി 1000 രൂപ മുടക്കി കേടുപാടുകൾ തീർത്തു 3850 രൂപ മറ്റൊരാൾക്ക് വിറ്റാൽ രാഹുലിന് എത്ര ശതമാനം ലാഭം? അപ്പം നമ്മൾ മുടക്ക് മുതൽ എത്ര നോക്കണം. 2500 രൂപയ്ക്കാണല്ലോ വാങ്ങിയത്. പിന്നീട് നമ്മുടെ കയ്യിൽ തന്നെയാണ് 1000 രൂപ ചിലവാകുകയും ചെയ്തത് അല്ലേ? അപ്പം ടോട്ടലി നമ്മുടെ കയ്യിൽ നിന്ന് എത്ര ചിലവായി? 3500 രൂപയായി അല്ലേ? 2500 വാങ്ങിയാലും പഴയ TV ആയതുകൊണ്ട് 1000 രൂപ ചിലവാക്കി 3500 രൂപയ്ക്കാണ് വിറ്റത്. അല്ല, 3500 രൂപ നമ്മുടെ കയ്യിൽ നിന്ന് ചിലവായി. എന്നിട്ടോ കേടുപാടുകൾ തീർത്ത് 3850 രൂപയ്ക്ക് വിറ്റു. 3850 രൂപയ്ക്ക് വിറ്റു. മറ്റൊരാൾക്ക് വിറ്റാൽ രാഹുലിന് എത്ര ശതമാനം ലാഭം ചോദിച്ചാൽ 3850 നിന്ന് നമ്മുടെ കയ്യിൽ നിന്ന് ചിലവായ 3500 പോയാൽ എത്ര? 350 രൂപ അല്ലേ? 350 രൂപയാണ് നമുക്ക് ലാഭം കിട്ടിയത്. അതേപോലെ നമ്മുടെ ചിലവാക്കിയ എത്ര രൂപയാണ്? ചിലവാക്കിയത് 3500 അല്ലേ? ഇൻറ്റു ശതമാനം കാണാൻ 100. ഈ 2 0 ക്യാൻസൽ ചെയ്താൽ ഇവിടെ 10 തവണ. അപ്പോൾ 10% ലാഭത്തിനാണ് അയാൾ വിറ്റത്. എത്ര ശതമാനം ലാഭത്തിനാണ് വിറ്റത്? 10%. ഇത് അടുത്ത എക്സാമുകളിലൊക്കെ ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. ഒരാൾ 40 മീറ്റർ ഉയരമുള്ള ഒരു തൂണിൽ കയറാൻ ശ്രമിക്കുന്നു. 1 മിനിറ്റിൽ അയാൾ 4 മീറ്റർ മുകളിലേക്ക് കയറുമെങ്കിൽ 2 മീറ്റർ താഴോട്ട് ഇറങ്ങും എങ്കിൽ എത്രാമത്തെ മിനിറ്റിൽ അയാൾ മുകളിലെത്തും? 40 മീറ്റർ ഉയരമുള്ള ഒരു തൂണിൽ കയറാൻ ശ്രമിക്കുന്നു. മിനിറ്റിൽ 4 മീറ്റർ ഏറിയാൽ 2 മീറ്റർ ഇറങ്ങും പറയുമ്പോൾ ടോട്ടൽ 2 മീറ്ററിൽ അയാൾ കയറുന്നുള്ളൂ. അത് 2 ചെയ്യാം. അപ്പോൾ 20. പക്ഷേ ഒരു ട്വിസ്റ്റ് ഉണ്ട് ഈ മാത്സിൽ. 19ാമത്തെ മിനിറ്റിൽ അയാൾ 4 മീറ്റർ ചാടി കയറി കഴിഞ്ഞു. പിന്നെ ഇറങ്ങേണ്ട ആവശ്യമില്ലല്ലോ. അപ്പോൾ അയാൾ 19ാമത്തെ മിനിറ്റിൽ കയറും. 19 ആൻസർ.